രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു. ആ ഡയലോഗ് ഒന്നുകൂടി കേൾക്കട്ടെ. അതിന് ഇയാള് സംഭാഷണം ഇഷ്ടമില്ലാത്ത ആളല്ലേ? രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് യാക്കോബേ, 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 യാക്കോബ്, ചേച്ചി, ചേച്ചി. മഴ വരുന്നുണ്ട്. അവി എഴുത്. ചിലരെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിലൊന്നും മഴയാണ്. ആ മഴയത്ത് ചിലതൊക്കെ തുടങ്ങും. വൈകുന്നേരമാണ് മഴയെങ്കിൽ കാത്തു നിൽക്കുന്ന ഒരു അമ്മയെ കാണാം. കുടയുടെ കൂടുതൽ ഭാഗം കുട്ടിക്ക് കൊടുത്ത് അവളെ ചേർത്ത് പിടിക്കുന്ന അമ്മയെ കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെയൊക്കെ മഴ പെയ്താലും അവസാനം നല്ല തന്നെ നടക്കും. അതെ, വേഗം വന്നേ. ചില കഥകൾ പറയണമെങ്കിൽ ആദ്യം മഴയെപ്പറ്റി പറയണം. പിന്നെ ആ മട്ടാഞ്ചേരിക്കാരൻ ജൂതന്റെ കഥ പറയണം. ആ ജൂതൻ പറഞ്ഞത് ശരിയാണ്. മഴയ്ക്കൊരു നിറമുണ്ട്. നമ്മളുടെ സ്വപ്നങ്ങൾക്കും ഉണ്ട് നിറങ്ങൾ. ആ സ്വപ്നങ്ങൾ വെള്ളിത്തിരയിൽ വരുമ്പോൾ അതിന് നിറങ്ങൾ കൂടും. ആ നിറങ്ങൾ നമുക്ക് തൊടാം.
നിറങ്ങൾ തൊടാൻ മോഹിക്കുന്ന കുറേ ആൾക്കാരുടെ കഥ പറയണം. கொஞ்சம் தேர்ட் ஃப்ளோர் ப்ரெஸ் பண்ணுங்க. മാം അകത്തുണ്ട്, ഇപ്പൊ വിളിക്കും. ഓക്കെ. ഹലോ. ഹായ്. ഐ എം ജ്യോതി. അവ്നർ. ഓക്കെ. ജ്യോതി. ജ്യോതി അനിൽ. തീർത്ത ഷോർട്ട് ഫിലിം. അതെ. ആക്ച്വലി അതിനൊരു 500 വ്യൂസ് പോലും ആയിട്ടില്ല. നല്ലത് കണ്ടെത്തണമെങ്കിൽ കുറച്ച് മെനക്കണം. ജ്യോതി. യെസ്. carry on. പുറത്തിറങ്ങി റോഡരികിൽ നിൽക്കുന്ന മായയുടെ ഫോൺ ശബ്ദിച്ചു. മഴ തോർന്ന സമയം. വാ. ജ്യോതി, എന്തായാലും ഞങ്ങൾക്ക് ഈ കഥ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമില്ല. സോ യു ക്യാൻ ലീവ്. മോൾ എഴുതണം. മാം, എൻ്റെ കഥ ഞാൻ സിനിമയാക്കും. ഓ ഗുഡ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. എന്തായാലും ഒരു ബാൽക്കണി ടിക്കറ്റ് എനിക്കും അയക്കാൻ മറക്കണ്ട. ഷുവർ മാം. സോറി, ഞാൻ എടുത്തോളാം. കാലിലടിയിൽ. നന്ദടാ. അവി, ആ യാക്കോ പോയടാ.
അവി ഞാൻ വരാതെ യാക്കോബിനെ എടുക്കരുത്. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അരെന്താടാ? എടാ വീക്കെൻഡാണ്, ഈ സമയത്ത് ടിക്കറ്റ് കിട്ടാൻ പാടാ. എന്റെ വണ്ടി കയ്യിലല്ലേ, ഓടിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല. എടാ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയെന്നെ. താങ്ക്സ്, ഞാൻ പൊക്കോളാം. Abner. ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. എൻ്റെ വീട് കൊച്ചിയിലാണ്. ഒരുപാട് ദൂരമില്ലേ? രാത്രിയിൽ ഒറ്റയ്ക്ക് പോണ്ട. നീ വന്നേ, നമുക്കിതൊന്ന് ചെയ്തിട്ട് ഒരു മിനിറ്റ്. എന്തു പറ്റിടാ?
ഇരിക്കേ. എന്താ കംപ്ലൈന്റ്? സർ, എൻ്റെ പേര് ആതിര. ഞാൻ താമസിക്കുന്ന പനമ്പള്ളി നഗർ. എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിക്ക് ഇപ്പോൾ വയസ്സ് 22. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? ഡാഡി ഉണ്ട്. സർ, തുടങ്ങിയോ? തുടങ്ങി, വേഗം ചെല്ലു. അബ്രഹാം യാക്കോബ്. ചിൽഡ്രൻ ഈ എബ്രഹാം എന്നാണോ അതോ എബ്രഹാം എന്നാണോ? വാ, വട്ടത്തിന്റെ വാ. എബ്രഹാം. ഓ, രേഖ തോമസ്. ഓക്കെ സർ. ഹലോ, പറ. ഡയലോഗ്സ് അറിയാലോ? അമല, ആതിരയുടെ ചേച്ചി. സ്റ്റീഫൻ, അവരുടെ അച്ഛൻ. ഓക്കെ ഓക്കെ, ആക്ഷൻ. ഒന്ന് നന്നായിട്ട് ചെയ്യൂ കുട്ടി. ഫോഴ്സ് വരട്ടെ. എന്തുവാടും? ചാച്ചാ, എനിക്ക് തല്ലാനൊന്നും അറിയത്തില്ല. കൊള്ളാം. മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ റോള് വേറെ പെൺപിള്ളേരും കൊണ്ടുപോകും. അതല്ലേലും കൊണ്ടുപോകും. ഈ ഓഡീഷനൊക്കെ ചുമ്മാ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. ഒരു 8 കൊല്ലം മുമ്പ് ഡൽഹിയിൽ ഒരു ബസ്സിൽ വെച്ച് നിന്നെപ്പോലൊരു പെൺകുട്ടിയെ കാശ്മീരിൽ ഈ അടുത്ത് ഒരു കൊച്ചു പെൺകുട്ടിയെ എന്തൊക്കെ നിയമങ്ങൾ വന്നു, വല്ലതും മാറിയോ? ഒന്നും മാറില്ല. വീട്ടിൽ തന്നെ നിഷ്ഠ ജീവികളുള്ളപ്പോ ഒന്നും മാറില്ല. എന്തിനാ പേടിക്കണേ? ടാറ്റിയല്ലേ?
ചാച്ചാ റിയാക്ഷൻ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാ. രേഖ ആക്ടിംഗ് പഠിക്കുകയാണോ? അല്ല, ഡിഗ്രി കഴിഞ്ഞു. ആ. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് പഠിച്ചുകൊണ്ടിരിക്കുക. അത് പാസ്സായ സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ, അതും പാസ്സായ ഹെലികോപ്റ്റർ പൈലറ്റ് ട്രെയിനിങ്. പക്ഷെ അമ്മയ്ക്ക് സമ്മതമല്ല. സമ്മതമില്ലാത്തോണ്ടല്ല, പപ്പ എയർഫോഴ്സിലായിരുന്നു. അമ്മ സമ്മതിക്കും, നോക്കിക്കോ. ഈ എയർഫോഴ്സും ആക്ടിങ്ങും പഠിക്കണ സമയത്ത് ഒരു ഗ്രൂപ്പ് സോങ്ങിന് പോലും സ്റ്റേജിൽ കയറാത്ത ആളാ. പിന്നെ ഡിഗ്രിക്ക് പഠിക്കണ സമയത്ത് ഒരു പ്ലേ ചെയ്തു. അതിലിങ്ങനെ കഥാപാത്രമായിട്ട് മാറിയപ്പോൾ ഒരു പുതിയ മനുഷ്യനെ മാറിയ അവസ്ഥ. ആ കഥാപാത്രത്തിലൂടെ ലോകത്തെ നോക്കിയപ്പോൾ ഒരു പുതിയ ലോകം. പിന്നെ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അഭിനയിക്കുകയല്ല, അനുഭവിക്കുകയാണ്. എബ്രഹാം യാക്കോബ് ഒരു മിലിറ്ററി കമാൻഡോയുടെ പേര് പോലെയുണ്ട്. ഞങ്ങൾ ജൂതന്മാരാ. അപ്പോ ഇവിടെ വീട് ആയിരുന്നു. വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഞങ്ങൾ കാഴ്ച വസ്തുക്കളായിട്ട് മാറി. ആകെ കൂടി കുറച്ചെണ്ണല്ലേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും, എൻ്റെ ഓർമ്മകളുടെ അറ്റത്തേക്ക്. അച്ഛന് സിനിമ ഒരു ഹരാണ്. ചെറുപ്പത്തിൽ ഒരുപാട് ചാൻസ് അന്വേഷിച്ച് നടന്നു, ഒന്നും കിട്ടിയില്ല. അപ്പന് നല്ല ബിസിനസ്സായിരുന്നു. പക്ഷേ എൻ്റെ 24-ാം വയസ്സിൽ അങ്ങേരെ യഹോവ വിളിച്ചു. അങ്ങേർക്ക് കദ്ദിഷ് വായിച്ചത് ഞാനാ. കദ്ദിഷ് പ്രാർത്ഥനയാണോ? പിന്നെ എസ്തറിനെ കെട്ടി. അപ്പൻ്റെ കച്ചവടം നല്ല രീതിയിൽ തന്നെ പോണമെന്ന് തീരുമാനിച്ചു. സിനിമാ മോഹം മാറ്റിവെച്ചു. കഴിഞ്ഞ 36 വർഷം ശരിക്കും പണിയെടുത്തു. മകനെ ഡോക്ടറാക്കി, ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ കെട്ടിച്ചു. പിന്നെ ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നി. അപ്പതേ ആ മോഹം പിന്നെ. ഫൈൻ ആർട്സിലെ ഓഡീഷനൊക്കെ പോകും, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടും. കിട്ടും. കിട്ടുന്ന അന്ന് അന്ന്
എവിടെയാ? ഇസ്രായേൽ. അവരിപ്പോ അവിടുത്തെ പൗരന്മാരാ. അവർക്ക് ഞാൻ ഈ ഓഡീഷൻ പോണതൊക്കെ ഒരു കുറച്ചില്ല. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇതെന്റെ ഒരു ചെറിയൊരു തോന്നിവാസം. ഒരു മോനേ ഉള്ളോ? ഒരാൾ കൂടിയുണ്ട്. യാക്കോബ് നിക്കേ, മെല്ലെ പോ. ദേ, ആ കുട്ടിയാ. വാ വാടാ. നന്നായി തോർത്ത്. അവനാ കന്യാസ്ത്രീ മഠത്തില് ഇരുട്ടുന്നതിന് മുമ്പ് കൊണ്ടുവിടണ്ടേ? താടാ നോക്കട്ടെ. നിനക്ക് സിനിമ ഇഷ്ടമാണോ? ഇതെവിടുന്ന് കിട്ടി? ആ സിനിമ കാണിക്കുന്ന ഞങ്ങളുടെ വീടില്ലേ, നന്ദന്റെ. അവന് 3 വയസ്സുള്ളപ്പോൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതാ. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ ആള് പിന്നെ ഞാനെന്നാ യാക്കോബേ, ഞാൻ കെട്ടിയതൊരു കച്ചവടക്കാരനെയല്ല, നല്ലൊരു കലാകാരനെയാ. പിന്നെന്തിനാ ശരിയെന്ന് തോന്നി ചെയ്യാൻ എത്ര പേടി? അതെ, വികൃതിയൊന്നും കാട്ടാതെ അങ്ങോട്ട് മാറിക്കിടന്നേ. ആ നിന്റെ മുടിയൊന്ന് ആദ്യം വെട്ടണം. വേണ്ട, എടാ ഞങ്ങൾ വരുന്നുണ്ട്, തന്നെ അങ്ങ് പോയാ മതി. വാ. അല്ല, ഇവന് സ്കൂളിൽ പോകുമ്പോ എന്ത് പേരാ കൊടുക്കുക?
ഹാഫ് ആൻ അവർ. ഒറ്റയ്ക്ക് വിടാൻ തോന്നിയില്ല അമ്മ. പോണ വഴിക്ക് അവനെന്തെങ്കിലും കഴിപ്പിക്കണം. പിന്നെ നീയും. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, എനിക്ക് ഉറക്കം വരില്ല. ഈ പ്രായത്തിലും എന്തൊരു ധൈര്യം. അയ്യോ, പണിയായെന്നാ തോന്നുന്നത്. മോനെ ഒന്ന് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോകണല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അവിടെ അഡ്മിറ്റാ. കയറിക്കോ. സാറേ, എ സിയിലെ തണുപ്പ് വല്ലാണ്ട് വേർതിരിക്കുക. സ്മെല്ലാവണ്ട. ഈ അവസാനത്തെ ഡയലോഗ് എവിടെ കിട്ടി? കയ്യിൽ നിട്ടതാ. ആരോട് വെച്ചിട്ട്? സാർ, ഞാൻ ഒരുപാട് ഓഡിഷനിൽ കണ്ടിട്ടുണ്ട്. സാറിൻ്റെ ആക്ടിങ് എനിക്കിഷ്ടമാണ്. താങ്ക്സ്. ഞാൻ രാജു. രാജു എന്ത് ചെയ്യണു? UI ഡിസൈനറാണ്. ഓ, കൊള്ളാം. ഞാൻ ചെല്ലട്ടെ? ഓ കൊള്ളാം. എന്തു മനസ്സിലായിട്ടാ? വിട്ടുകൊടുക്കാൻ പറ്റുമോ? കൊള്ളാം. എന്നാ നോട്ടാ ചെറുക്കൻ്റെ? എപ്പോ തൊട്ടാ സിനിമയോട്? അവനെ സ്കൂൾ കഴിഞ്ഞ അവനെ ഞാൻ നന്ദി വീട്ടിൽ വിട്ടോളാം. ഒന്നും പറയണ്ട. നിങ്ങൾ തമ്മിലല്ലേ പിണക്കമുള്ളത്? ആദർശവാദികൾ രണ്ട് സിനിമപ്രേമികൾ. അവനെ കൊണ്ട് വിട്ടേക്ക്.
ബോംബല്ല, നേപ്പ. വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി വേണമെങ്കിൽ 800 ഡിഗ്രിയിലാണ് നേപ്പാൻ തിളയ്ക്കുന്നത്. മേത്തെങ്ങാനും വീണ തുടച്ചു കളയാനും പറ്റില്ല. നീ മറ്റുള്ളവരെക്കാട്ടിലും ഭേദാടാ. നിനക്ക് കരയാൻ അറിയാം. പക്ഷേ മറ്റാരും കാണരുത്. നിനക്ക് സഹതാപം കിട്ടിയേക്കും, പക്ഷെ നിന്റെ വില പോകും. നിന്റെ ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുന്നത് വരെ. അപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഒരു കൊച്ചു സൗന്ദര്യപ്പണക്കത്തിന്റെ കഥ പറയാം. ഒരിടത്ത് 2 സിനിമാ പ്രേമികളുണ്ടായിരുന്നു, യാക്കോബും നന്ദനും. രണ്ടുപേരും എപ്പോഴും ഡിസ്കഷൻ, സിനിമയെക്കുറിച്ച് മാത്രം. ഒരു ദിവസം ഒരു തർക്കമുണ്ടായി. മലയാള സിനിമയിൽ ഏറ്റവും നല്ല പ്രണയ സംഭാഷണമുള്ള സിനിമ ഏതെന്ന്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളെന്ന് നന്ദൻ. അപ്പോൾ യാക്കോബ് വേറെ സിനിമയിലെ സീൻ പറഞ്ഞു. അതിന് ആ സീനിൽ എവിടെയാണ് യാക്കോബേ സംഭാഷണം? സത്യസന്ധമായിട്ടുള്ള പ്രണയമാണെങ്കിൽ അതിൽ സംഭാഷണത്തിന്റെ ആവശ്യമില്ല. പ്രണയ സംഭാഷണം ആകുമ്പോൾ ഡയലോഗ് വേണം, സംഭാഷണം അത് വേണം. എന്നിട്ട് യാക്കോബിന് ഇപ്പോഴും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദിവസം രാവിലെ അവർ ഒരുമിച്ചാണ് നടക്കാൻ പോയിരുന്നത്. എനിക്ക് 2 സിനിമയും കാണണം. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബാ. നമ്മൾ ഇതിനു മുന്നേ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നന്ദൻ, നിങ്ങളുടെ സൗന്ദര്യപ്പണക്കം തീരാറായില്ലേ? ചേച്ചി, ഞാൻ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടുത്തരാം. ഇത് ഹരി, ഇത് ഫാത്തിമ, ഇതാണ് അബ്നർ. അവി, നീ സ്കൂളിൽ നിന്നിട്ട് എന്തെങ്കിലും കഴിച്ചോടാ? അന്നാണ് അബ്നർ എല്ലാവർക്കും അവിയാവുന്നത്. എങ്ങനെയാണ് എൻ്റെ മുഖം പോലും നോക്കാതെ അവൾ എനിക്ക് പേരിട്ടതെന്ന് എനിക്ക് ഇന്നും അറിയില്ല. കുടിക്ക്, ചൂട് പോവും.
മഴ വരുന്നുണ്ടല്ലോ. ഈ സൈഡ് ആക്ടേഴ്സ് ഇത്ര ഷൈൻ ചെയ്താൽ ശരിയാവില്ല. വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങളെ. ഹലോ, അറിയിക്കാട്ടോ. ഏതെങ്കിലും വർക്ക് അച്ഛനെ കാണിച്ചിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. രസമുണ്ട്. മോനെ, പപ്പയ്ക്ക് ഇന്ന് നൈറ്റിൽ ഓട്ടം വന്നിട്ടുണ്ട്. പപ്പ പിന്നെ വിളിക്കും. ഇഷ്ടമായോ? നിനക്ക് ഞാൻ പേരിട്ട ദിവസം ഓർമ്മയുണ്ടോ?
ശാലോം എന്ന് പേരിടാമെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? സമാധാനം. ആ, അതിൽ കൂടുതൽ ആഴമുണ്ട് അതിന്. നമ്മളൊക്കെ ജീവിതത്തിൽ തേടുന്ന ഒന്നുണ്ടല്ലോ, പരിപൂർണമായ സമാധാനം. ജീവിതത്തിൽ നാം നേടിയതിനെല്ലാം നന്ദിയോടെ തിരിച്ചു കൊടുക്കണമെന്ന് തോന്നുന്ന അവസ്ഥ, അതാണ് ശാലോം. പക്ഷേ നിന്റെ യാത്രയൊന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഡാ, നിനക്ക് എപ്പോഴെങ്കിലും നിന്റെ വീട്ടുകാരെ കാണണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അവരൊന്നും എൻ്റെ ഓർമ്മകളുടെ അറ്റത്തോലും വരാറില്ല. ഓർമ്മകളുടെ അറ്റം. കൊള്ളാം. അന്ന് നീ എവിടെ നിൽക്കുമ്പോ നിന്റെ മേത്തേക്ക് വെളിച്ചം വീഴുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ആ വെളിച്ചം നിന്നെ കാത്തോളുമെന്ന്. വെളിച്ചമാണ് എൻ്റെ പിതാവ്. The light is my father. Avner. നീ സിനിമ പാരഡൈസോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇറ്റലിയിലെ ഒരു കൊച്ചു ഗ്രാമം. പാരഡൈസോ സിനിമാ ടോക്കീസിലെ പ്രൊജക്ടർ ഓടിക്കുന്ന വൃദ്ധനായ ആൽഫ്രഡോയുടെയും സിനിമാ പ്രേമിയായ കൊച്ചു ടോട്ടോയുടെയും കഥ. ഒരിക്കൽ നമുക്ക് ഒരുമിച്ചിരുന്നത് കാണണം. കാണാം. കാണാൻ പറ്റിയായിരുന്നോ?
ഞാൻ മൂളാൻ മൊഴി കോർക്കാതെ മൊഴിച്ചെപ്പായേകുന്നു നിന്നിൽ ഞാനൊരു 100 വാത്സല്യ കടലാഴമെന്നും ഇതൾ വിരിയാത്ത മൗനങ്ങൾ മിഴിയിറകാവുന്നു. സെക്കൻഡ് ഹാൻഡ് ആണ്, പക്ഷെ ഫുൾ HD ഷൂട്ട് ചെയ്യാൻ പറ്റും. എടാ ഇതിന് ഒരുപാട് കാശായില്ലേ? എൻ്റെ ആദ്യത്തെ ശമ്പളത്തിന്റെ പകുതിയും പിന്നെ അവളുടെ കിടന്ന 2 വാളയും. മോളെന്താ ഇവിടെ? എൻ്റെ ഇക്കയാണ്, ഉപ്പയുടെ ചേട്ടൻ്റെ മകൻ. പുറത്തായിരുന്നു. ഹലോ. ഒരുമിച്ച് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഈ നാട്ടിലെ കാലാവസ്ഥ അത്ര ശരിയല്ല. ആരാർക്ക് ചേരണമെന്ന് ചില നിയമങ്ങളുണ്ട്. അത് നടപ്പാക്കാൻ ഞങ്ങളും ഉണ്ട്. പിന്നെ അത് നടപ്പാക്കാൻ ചില രീതികളും ഉണ്ട്. നീ ആ ജൂതന്റെ വീട്ടിൽ താമസിക്കണല്ലടാ. ഇക്ക ചെല്ല്. ഞാനല്ലേ പറഞ്ഞേ, ഇക്ക ചെല്ല്. ഭർത്താവ് എവിടെയാണ്? കുട്ടികളുണ്ടോ? ഇല്ല ഇല്ല. മുട്ടുകുത്തിയിരിക്കും. പ്ലീസ്. ഒരു സെക്കൻഡ്. യാക്കോബേ, എന്താ ഇത്? അത് വേറെ ആക്ടിംഗ് അല്ലേ? കേൾക്കാൻ
വേനിച്ചോ? ഇച്ചിരി. നിനക്കവളുടെ വീട്ടിൽ പോയി സംസാരിച്ചൂടെ? ഉമ്മയോട് സംസാരിച്ചതാ. അവർക്ക് സ്വന്തമായി ഒരു സ്റ്റാൻഡില്ല. പിന്നെ അവർ ഈ നാട്ടുകാരല്ല. അവരുടെ ഉപ്പയുടെ കാലത്ത് വടക്കുന്ന് വന്നവരാ. പാത്തുവിൻ്റെ മലയാളം കേട്ടിട്ടില്ലേ? അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെയും പുറത്തേക്ക് വിടില്ല. ഒരുതരം വാശി. നിന്റെ വീട്ടിലോ? എൻ്റെ അച്ഛനില്ലേ, ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ തോന്നും ഇത്രയും നല്ല മനുഷ്യൻ വേറെ ഇല്ലെന്ന്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? ജനിച്ചു വീണപ്പോൾ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളെ ചേർത്ത മതങ്ങളുടെ പേരിൽ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവരെന്തായാലും നിന്നെ വെറുതെ വിടത്തില്ല. ഞങ്ങൾ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമെന്ന് അവർക്ക് ഉറപ്പാണ്. നീ പറയുമെന്ന് പേടിച്ചിട്ടല്ലടാ. എന്തെങ്കിലും തിരിച്ചു വരുമ്പോൾ നിന്നെ ഇതുപോലെ ഒന്ന് കാണണം. വെട്ടാൻ പോലും പഠിക്കാത്തവന്മാരാ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാനും കേരളം വിടും. ഏതെങ്കിലും ഒരു നല്ല പ്രൊഡക്ഷൻ ഹൗസിൽ കുറച്ചാൾ വർക്ക് ചെയ്യണം. ഇരിക്കട്ടെ. എന്താടാ ഇത്? നിന്റെ ആദ്യ സിനിമ റിലീസ് ആവുന്നൊന്ന് തിരിച്ചു തന്നാൽ മതി. ഹോസ്പിറ്റലിലാണ്. അവി ടിക്കറ്റുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ 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 ശരി. ചില ബന്ധങ്ങൾക്ക് പേരിടാൻ ആൾക്കാർക്ക് തിടുക്കമാണ്. ഞാനും ഫാത്തിമയും ആ ബന്ധത്തിന് പേരിടാൻ ഒരു ഭാഷയിലും വാക്കുകളില്ല. അതിനാരും ശ്രമിക്കുകയും വേണ്ട. സോറി മോനെ, ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല. അവരോടാന്ന് പറടാ. ഭംഗിയുള്ളതിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ തോന്നുന്നത് കീഴടക്കാനുള്ള മോഹമല്ല, നിസ്സഹായത.
പിന്നെ ഒന്നേ ചെയ്യാനുള്ളൂ, കീഴടങ്ങുക. നനഞ്ഞ കവളുകൾ മെല്ലെ തൊടാനുള്ള ഭാഗ്യം മനുഷ്യർക്ക് ഇനിയും ഉണ്ടാവട്ടെ. അതെന്റെ തീരുമാനം. ഏട്ടനാണോ വിളിച്ചത്? ആ പ്രൊജക്ടറും സിനിമ കളക്ഷനും ആർക്കും കൊടുക്കരുത്. ഒരു ദിവസം ഞാൻ വരും അതെടുക്കാൻ. അവനകത്തുണ്ട്. നല്ല ഉറക്കമാണ്. വേണേ വിളിക്കാം. അവൻ ഉറങ്ങട്ടെ, ഞാൻ പിന്നെ വരാം. യാക്കോബേ, യാക്കോ പറഞ്ഞതാ ശരി. ചില കാര്യങ്ങൾ പറയാൻ വാക്കുകളുടെ ആവശ്യമില്ല. പ്രത്യേകിച്ചും മഴ പെയ്യുമ്പോൾ. It's a brilliant treatment. താങ്ക് യു മാം. How about a bilingual? നമുക്കിത് തമിഴ് മലയാളം ബൈലിംഗ്വൽ ആക്കാം. കോപ്പിറൈറ്റ്സ്? ഇതിൻ്റെ കോപ്പിറൈറ്റ്സ് എടുത്തോ? ഇല്ല. എന്തായി കാണിക്കുന്നേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. നമുക്കിത് ഡെവലപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ വിളിക്കും. ഓക്കെ മാം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് 1-2 തവണ വായിക്കണം. ഓക്കെ. താങ്ക് യു.
ജ്യോതിയുടെ കുട്ടിക്കാലം ഈ കഥയിൽ എവിടേക്കോ ഉണ്ടെന്ന് തോന്നുന്നു. ഉവ്വു മാം. അമ്മ, ടീച്ചർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷെ ജ്യോതി, ഞാനിപ്പോൾ ഈ പടം ചെയ്യില്ല. ഇപ്പം ചെയ്യില്ല എന്നേ പറഞ്ഞുള്ളൂ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീമെയിൽ തീം, ഫീമെയിൽ ലീഡ്, ഫീമെയിൽ സ്ക്രിപ്റ്റ് റൈറ്റർ. പക്ഷെ ജ്യോതി വിചാരിക്കുന്ന ഒരു സപ്പോർട്ട് ഇതിന് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ജ്യോതി ആദ്യം ഒരു പടം ചെയ്യണം. അത് സക്സസ് ആവും, എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് ഈ സിനിമ ചെയ്യണം. മാം, ഇതെൻ്റെ ഫസ്റ്റ് സിനിമയായിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ മാം, ഷോർട്ട് റെഡി. ഒരു മിനിറ്റ്. ജ്യോതി, നമുക്ക് സാക്ഷരത മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീ വളർന്നു വരുന്ന കാണാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഈ ഫിലിം ഒന്ന് ഇറങ്ങിക്കോട്ടെ. സോഷ്യൽ മീഡിയ ജ്യോതിയെ വേണ്ട, എനിക്ക് അനുഭവമുള്ളതാണ്. ഇത് പരാജയപ്പെടാൻ പാടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ജ്യോതി, ജ്യോതിയെ ഞാൻ മറക്കില്ല. ജ്യോതി എന്നെ മറക്കരുത്. I was expecting a call from her for the past 2 weeks, but nothing happened. She's been very busy, sir. Can I get 5 minutes with her? Sorry, sir, her calendar is full. ഒന്നും മിണ്ടരുത്. ലിഫ്റ്റിൽ ക്യാമറ ഉണ്ട്, നോക്കരുത്. അവർക്കൊക്കെ ഒരുപാട് പൈസയും പൊളിറ്റിക്ക പവറുള്ളതാ. അവരോട് കളിക്കാൻ നിൽക്കണ്ട. ഈ കാണുന്ന പോളിഷ് മാത്രമേ ഉള്ളൂ. നേരെ വേണം എഴുത്തും വായന അറിയാമാത്ത ടീമുകളാ. നിന്റെ കഥ അവർ തിരുത്തി നശിപ്പിച്ചോളും, പേടിക്കണ്ട. എൻ്റെ വേറെ കോപ്പിയില്ല. അത് ഞാൻ സ്കാൻ ചെയ്ത് അയച്ചുതരാം. നൈറ്റേ പറ്റുള്ളൂ. എവിടെയാ താമസം? ചട്ട്പേട്ട്. ഞാൻ ഒരു നമ്പർ തരാം, അരവിന്ദേട്ടൻ്റെ. യൂണിറ്റിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളാ, ഒരുപാട് കോണ്ടാക്ട്സ് ഉള്ളതാ. താങ്ക്സ്. പേരെന്താ? റാഫി. അബ്നർ. അവന് യാക്കൂബ്. ഒരു സമയത്ത് ഞാൻ എഴുതിയിരുന്നു ഒരുപാട്. അബ്നർ. മനസ്സിലായി. ഒരു കലാകാരന് മാത്രമേ വേറൊരാളുടെ കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ. റാഫി ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് അയച്ചു തന്നിരുന്നു. നന്നായി എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അത് തന്നെ പഠിച്ചതാ. അതാ നല്ലത്. എങ്കിലേ നിന്റെ സിഗ്നേച്ചർ എഡിറ്റിൽ വരുള്ളൂ. ഒരു ജൂനിയർ എഡിറ്ററിന്റെ വേക്കൻസി ഉണ്ട്. എനിക്ക് പരിചയമുള്ള പ്രൊഡക്ഷൻ ഹൗസാ. ഒരു മേനോനാണ് ഡയറക്ടർ. പക്ഷെ കണ്ടാ പറയില്ല.
ലക്കി മാൻ. கடிதம் என்கிட்ட எல்லாரும் இதுதான் വേസ്റ്റ്. ശാലോം അവി, ജോലിയായെന്നറിഞ്ഞു. സന്തോഷം. മാസൽ ടോൾ. എടാ, നീ എപ്പോഴെങ്കിലും വെളിച്ചത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? വെളിച്ചമില്ലെങ്കിൽ ഞാനുമില്ല, നീയുമില്ല. വെളിച്ചമില്ലെങ്കിൽ സിനിമയുമില്ല. ആ വെളിച്ചത്തിൽ നമുക്ക് നിറങ്ങൾ കാണാം, തൊടാം. നീ ഒരു ദിവസം സിനിമ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു കാര്യം മറക്കരുത്, നീ ചെയ്യുന്ന പടം നീ തന്നെ എഡിറ്റ് ചെയ്യണം. കഥ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവൻ എഡിറ്റ് ചെയ്താൽ അത് സിനിമയിൽ കാണും. പിന്നെ നീ എഡിറ്റ് ചെയ്യുമ്പോൾ വെളിച്ചം സൃഷ്ടിച്ച അതേ ദൈവം നിന്റെ എഡിറ്റിംഗ് ടേബിളിൽ വരും. ദൈവമാണ് എഡിറ്റ് ചെയ്യുന്നത്, നീ ഒരു ഉപകരണം മാത്രം. ഇടപെടരുത്, വിട്ടുകൊടുത്തേക്കണം. നല്ല സിനിമ നിന്റെ എഡിറ്റിംഗ് ടേബിളിൽ ജന്മം കൊള്ളും. എടാ, നിന്റെ സിനിമ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ഷോ കാണണമെന്നൊരാഗ്രഹം. ശാലോം, എബ്രഹാം യാക്കോബ്. சார், நெக்ஸ்ட் சீன் நம்ம படத்தோட இம்பார்ட்டண்டான சீனே இதுதான். அங்கே அப்பா இருக்கு, அம்மா இருக்கு, பொண்ணு இருக்கு. பொண்ணு அழுதுகிட்டே இருக்கு. அப்பா அம்மாவை பார்க்குறா, அம்மா பொண்ணை பார்க்குறா. சார், இந்த சீனில் நமக்கு ஹெலிகாம் யூஸ் பண்ணலாம் சார். சார், ஒர்க் அவுட் ஆகும்னு நினைக்கிறேன் சார். நம்ம படத்தில் அது வேணும்னு நினைக்கிறேன் சார். சார், இப்போ எல்லா படத்துலையும் அதை யூஸ் பண்ணிகிட்டே இருக்கு சார். சார், ஐ திங்க் we should use. You have something to say? சார், പറഞ്ഞോളൂ. എല്ലാ അഭിപ്രായങ്ങളും സ്വാഗതം. സാർ, ഇതൊരു ട്രാജഡി സീനാണ്. ഇവിടെ ഹെലികാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർ കഥാപാത്രങ്ങളോട്ട് അകന്നു നിൽക്കും. നമുക്ക് ക്യാമറ മാക്സിമം അടുത്തേക്ക് പോകണം സാർ. അവരുടെ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് വരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. അവരുടെ കണ്ണുകൾ, കൺപോളകൾ അടയുന്നതും തുറക്കുന്നതും, കണ്ണീരിന്റെ പാടകൾ, ഈവൻ വിരലുകൾ വിറയ്ക്കുന്നത് വരെ. ഇവിടെ ഓഡിയൻസിന് സിനിമയുമായിട്ട് അടുക്കാൻ ഒരു സ്പേസ് ഉണ്ട് സാർ. നമുക്കത് മാക്സിമം യൂസ് ചെയ്യണം. ഓക്കെ. he's right. അവനർ, സോറി അവന. ഇറ്റ്സ് ഓക്കെ. என்னாச்சு? ஏன் தம்பி, സാരിടാ തമ്പി. കുഴപ്പമില്ല.
நீயே ஒரு படம் செய்யும், கண்டிப்பா செய்யும். அன்னைக்கு நான் வருவாங்க உன்னை அசிஸ்ட் பண்றதுக்கு. கண்டிப்பா வருவாங்க. ആണുങ്ങളായാൽ പണിയെടുത്ത് ജീവിക്കണം, അല്ലാതെ സിനിമ കിട്ടുന്നവരെ നീ അപ്പൻ്റെ ചെലവിൽ ജീവിക്കാനാണോ പോണത്? ഞാൻ സ്ഥിരമായി ഭക്ഷണം എടുക്കുന്ന ഒരു കാറ്ററിംഗ് കമ്പനിയുണ്ട്. അവർക്ക് ചെന്നൈയിൽ കുറേ ഹോട്ടൽസും കഫേസും ഉണ്ട്. നമുക്ക് അവിടെ നോക്കാം. ഹലോ. ഡാ, നീ വല്ലതും കഴിച്ചോ? എടാ, ഞാനൊരു അമ്മയാവാൻ പോവാണ്. ഫോണിഞ്ഞന്ന് ഓടല്ലേ? നീ ഓഡീഷൻ വന്നില്ലേ? ഇല്ലടാ, മതിയേ. ഒരുമാതിരി വില പോണ പരിപാടി. കുറെ നാളായില്ലടാ അരച്ചില്. ഞാൻ ചെല്ലട്ടെ. നമ്മളൊക്കെ എന്ന് ചാൻസ് ചോദിച്ചു പോക്ക് നിർത്തിയോ അന്ന് ഇൻഡസ്ട്രി പൂട്ടും. അത് പാടില്ലടാ. സ്ക്രീനിൽ വരാത്ത സൂപ്പർ സ്റ്റാറുകളാണ് നമ്മയും. നീ വന്നേ, നമുക്ക് ഒരുമിച്ച് പോവാം. നെക്സ്റ്റ്. കുഞ്ഞായപ്പോ അവര് തിരിച്ചു വന്നോ? ജാംനഗറിന് പുറത്ത് റോഡ് സൈഡിലാണ് രണ്ടുപേരുടെയും ബോഡി കിടന്നിരുന്നത്. നേവിയുടെ ഒരു പരിപാടിക്ക് പോയതായിരുന്നു. ബൈക്കിലായിരുന്നു രണ്ടുപേരും. ഹിറ്റ് ആൻഡ് റൺ. പോലീസ് കേസ് ക്ലോസ് ചെയ്തു. അവളുടെ ഇക്കയും കുറച്ച് ആളുകൾ ഇവിടുന്ന് ട്രെയിൻ കയറി പോകുന്നത് കണ്ടവരുണ്ട്. 10-20 ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു.
ആൺകുഞ്ഞാണ്. അയൽക്കാരെ ഏൽപ്പിച്ചാണ് അവർ പോയത്. ഒരു നല്ല സർദാർ കുടുംബം. അവരിപ്പോഴും വിളിച്ചന്വേഷിക്കും. അവന് ആ ഉമ്മ മാത്രമേ ഉള്ളൂ. അവനെ കാണുമ്പോഴൊക്കെ രണ്ടു കൊല്ലായി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട്. എങ്ങനെയാ ജോലിയും പിന്നെ സിനിമയും? സ്ക്രിപ്റ്റുമായി അലയുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. എൻ്റെ അടുത്ത് പൈസയൊന്നും ചോദിക്കാറില്ല. അതാ നല്ലത്. അവൻ്റെ കഥ അവൻ എഴുതട്ടെ. ബ്രോ, ടിഷ്യൂസ്. സോറി സാർ. എന്താണ് കത്തിഷ്? കത്തിഷാണ്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്, മരിച്ചവർക്കുള്ളതുമുണ്ട്. അപ്പനമ്മമാരോ പ്രിയപ്പെട്ടവരോ ഒക്കെ പോകുമ്പോൾ ഇത് വായിക്കണം. ഒരു മഹത്തായ മിത്വ. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്ന സ്നേഹം, ദയ എല്ലാം ഇതിലുണ്ട്. എസ്തറിന് മനോഹരമായിട്ടിത് വായിക്കാൻ അറിയാം. സ്ക്രിപ്റ്റ് ആരെയും കാണിക്കുന്നില്ലേ? നാളെ വൈകിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ, എന്നാൽ അവനൊരു പോയിക്കോളൂ. ഞാൻ ക്ലീൻ ചെയ്ത് പൊട്ടിക്കോളാം. അതുവേണ്ട, ഞാൻ പോയിക്കോളൂ. നാളെ രാവിലെ കയറിക്കോ. അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ ഇറങ്ങാമല്ലോ. പോയിക്കോളൂ.
പാടില്ല സാറേ. സാറേ നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഡേറ്റ് കിട്ടൂ? നോ സർ, ഇല്ല. ഇതെന്റെ 137ാമത്തെ ഓഡിഷനാണ്. 137 മനുഷ്യരായി, കള്ളനായി, പോലീസായി, വ്യഭിചാരിയായി, അഹങ്കാരിയായി. അവരിലൂടെയൊക്കെ ഞാൻ ഈ ലോകത്തിനെ കണ്ടു. 137 തവണ. ഓരോ തവണയും പുതിയ ലോകം. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പഠിച്ചു. നല്ല നടൻ്റെ ലക്ഷ്യം നല്ല മനുഷ്യനാവുക എന്നതാണ്. അതിന് പലരായി ജീവിക്കണം, അവരിലൂടെയൊക്കെ ലോകം കാണണം. അതിനുവേണ്ടിയാവും ഞാനിവിടെ വന്നുകൊണ്ടിരുന്നത്. ഇന്നതൊക്കെ തീരുകയാണ്. ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാൻ എനിക്ക് വയ്യ സർ. സാർ എനിക്ക് വെച്ച ആ റോള് അർഹിക്കുന്ന മറ്റാർക്കെങ്കിലും കൊടുക്കണം. ഞാൻ പോട്ടെ. യാക്കോ, ചാച്ചാ, യാക്കോബേ, യാക്കോബേ, നിനക്ക് സിനിമ ഇഷ്ടമാണ്? ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം.
വാ. ജീവിച്ചിരിക്കുന്ന യാക്കോബിന്റെ ചിത്രം മാത്രം നിന്റെ മനസ്സിൽ നിന്നാ മതിയെന്ന് ഞാനാ തീരുമാനിച്ചെ. നിന്റെ അപ്പം കൊള്ളാവടാ. ഒടുക്കത്തെ ടൈമിംഗ് അങ്ങേർക്ക്. രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ആ ഡയലോഗ് ഒന്നുകൂടി കേൾക്കട്ടെ. അതിന് ഇയാള് സംഭാഷണം ഇഷ്ടമില്ലാത്ത ആളല്ലേ? രണ്ടാമത്തെ ഹോൺ കേൾക്കുമ്പോ ഇറങ്ങി വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു യാക്കോബേ, യാക്കോബേ, യാക്കോബ്, യാക്കോബേ, യാക്കോബേ, വാ. യാക്കോബേ, യാക്കോബ്, ചേച്ചി, ചേച്ചി. സോളമൻ സോഫിയെ കൊണ്ടുപോയി എന്ന് ഉറപ്പുവരുത്തിയ അങ്ങേര് പോയത്. എനിക്ക് അതിശ് വായിക്കണം. മക്കൾ മാത്രമേ കതിശ് വായിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ വായിക്കാൻ പോകുന്നത്. എനിക്കത് കാണപ്പാടാം. അവി വാ. ആ ചെറുക്കനെ പ്രാർത്ഥിക്കാനുള്ളതാ. അവനാരും തടയത്തില്ല.
അവി നനയും. മഴയത്ത് ചിലതൊക്കെ തുടങ്ങും. ഇന്ന് തുടക്കമാണ്. ജന്മം നൽകിയതുകൊണ്ട് ആരും അച്ഛനായിട്ടില്ല. ശരികൾ ചെയ്യുകയും ആ ശരികൾ ചെയ്യുവാനുള്ള ധൈര്യം മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുന്നതാരോ അവരാണ് അച്ഛൻ. ആ നിയമപ്രകാരം ഞാൻ അബ്നർ യാക്കൂബ്, എബ്രഹാം യാക്കൂബിൻ്റെ മകൻ. നാളെ ആരോ എനിക്ക് വേണ്ടി ചൊല്ലാൻ പോകുന്ന കദ്ദേശ് ഞാൻ ഇന്നെൻ്റെ അച്ഛന് വേണ്ടി ചൊല്ലാൻ പോവുകയാണ്. തല നന്നായിട്ട് തോർത്തിയോ? അടങ്ങിയിരിക്ക്, വെള്ളം പോയിട്ടില്ല. നിനക്ക് ഇവിടെ ഇരുന്ന് എഴുതിക്കൂടെ? അല്ല, ഇവിടെ ആവുമ്പോ അമ്മയും നന്ദേട്ടനൊക്കെ. ഞാൻ പൊക്കോട്ടെ?
യാക്കോബിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. രാജു ആക്ടറാണോ? അല്ല, ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. ആക്ടിങ് ഇഷ്ടമാണ്, പക്ഷേ വീട്ടുകാരൻ പറഞ്ഞ് ഇതിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. ഞാനെന്തെങ്കിലും ഒരു സിനിമയോ ആണെങ്കിൽ ഓഡിഷന് വിളിക്കാം. ഞാൻ എന്നാ ചെല്ലട്ടെ, നൈറ്റ് ഷിഫ്റ്റിന് കയറാനുള്ള. ശരി. ജ്യോതി, ഹായ് മാം. ജ്യോതിയെ തിരക്കാത്ത ഒരു പ്രൊഡക്ഷൻ കമ്പനി പോലും ഇല്ല. എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ചു എഴുത്തൊക്കെ നിർത്തി പോയെന്ന്. ജ്യോതി, ഞാനൊരു ബ്രേക്ക് എടുക്കുക. ഈ ബഹളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം. കയ്യിൽ കുറച്ച് ഫണ്ടുണ്ട്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം. ജ്യോതിയുടെ അടുത്ത വർക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യട്ടെ? അടുത്ത വർക്കല്ല, ആദ്യത്തെ വർക്ക്. എങ്കിൽ കൂടുതൽ സന്തോഷം. അന്നത്തെ അതേ കഥയല്ലേ? അല്ല, മാം പറഞ്ഞ പോലെ, ചേച്ചിന്ന് വിളിക്കാം. ചേച്ചി പറഞ്ഞ പോലെ ആദ്യം വേറൊരു വർക്ക് ചെയ്യാം. വേറെ കഥയുണ്ടോ മനസ്സിൽ? ഉവ്, ഒരു നല്ല നടനാവാൻ ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു ജൂതന്റെ കഥ. കഥ 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 അവൻ, തിരക്കഥ ഞാൻ. സംവിധാനം സംവിധാനം ചെയ്യാനായി യഹോവ പഠിച്ചുവിട്ടൊരു ജന്മമുണ്ട്. അവൻ ചെയ്യും. അവി, എഴുത്. എഴുത്. നിനക്ക് ഓടിക്കണോ? വേണ്ട, ഞാൻ പുറകെ കയറിക്കോട്ടെ. കയറിക്കോ.